റീച്ച് കിട്ടാൻ, വൈറലാവാൻ, ഫോളോവേഴ്സ് കൂടാൻ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും കാട്ടിക്കൂട്ടുന്ന തോന്നിവാസം തന്നെയാണ് വഹ്നെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. റീച്ച് കിട്ടണമെങ്കിൽ കുപ്പായം അഴിച്ചിടാൻ നമ്മുടെ പെൺകുട്ടികൾ തയ്യാറാ, ഫോളോവേഴ്സ് കൂടാൻ കുപ്പായം അഴിക്കാൻ തയ്യാറാ, വൈറലാവാൻ എന്ത് കാട്ടിക്കൂട്ടലുകൾ കാട്ടിക്കൂട്ടാനും തയ്യാറാ. ക്യാമ്പസിൽ പോയി കാമുകന്മാരെ ഉമ്മ വെക്കുന്ന വീഡിയോ വരെ സ്വന്തം ഫീഡുകളിൽ പോസ്റ്റ് ചെയ്യാൻ മടിയില്ലാതെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു നാണം എടുത്തു കളഞ്ഞിട്ട് അങ്ങനെയെങ്കിലും ആളുകൾ എന്നെ ഫോളോ ചെയ്യട്ടെ, ശരീരത്തിന്റെ നിമ്നോന്നതികൾ കാണുന്ന രീതിയിൽ ഡാൻസ് ചെയ്ത് നൃത്തം ചെയ്ത് ശരീരത്തിന്റെ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് ഫോളോവേഴ്സ് കൂടാൻ, സബ്സ്ക്രൈബേഴ്സ് കൂടാൻ, വൈറലാവാൻ, ലൈക്ക് കിട്ടാൻ വേണ്ടി എത്രയോ പാടുപെടുന്ന നമ്മുടെ മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളുമെല്ലാം ഈ കാരണക്കാരാണ്, ഈ പ്രശ്നങ്ങളുടെ കാരണക്കാരാണ്. ഞാനല്ല പറയുന്നത്, ഹബീബായ നബി തങ്ങളാ പറയുന്നത്. അവരുടെ ഹൃദയങ്ങളിൽ വഹൻ എന്ന് പറയുന്ന സുഖമുണ്ടാകും. എന്താണ് വഹൻ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, പ്രശസ്തിക്ക് വേണ്ടിയുള്ളവരുടെ താല്പര്യം, ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം. ഞാൻ ചോദിക്കട്ടെ, ഒരു കാലഘട്ടത്ത് തട്ടത്തിന്റെ മറയത്ത് ജീവിച്ചിരുന്ന മുസ്ലിം പെൺകുട്ടികള്, ഒരു കാലഘട്ടത്ത് ശരീരം മുഴുവനും മറച്ചു നടന്നിരുന്ന മുസ്ലിം പെൺകുട്ടികള്, ആ മുസ്ലിം പെൺകുട്ടികൾ ഒരു പുരുഷൻ വന്നാൽ വരെ പുരുഷന്റെ മുമ്പിൽ തല താഴ്ത്തി നിന്നിരുന്നവർ, സംസാരിക്കാൻ മടി കാണിച്ചിരുന്നവർ, മറയുടകത്ത് നിന്ന് സംസാരിച്ചിരുന്നവർ, സ്വന്തം ശരീരത്തിന്റെ സൗന്ദര്യ ഭാഗങ്ങളൊക്കെ ഒരു മടിയുമില്ലാതെ നാണമില്ലാതെ ആളുകളിൽ നിന്ന് വൈറലാവാനും റീച്ച് കിട്ടാനും